മഞ്ജു വരുന്നുണ്ട്. എടാ കണ്ടി തന്നെ സൂക്ഷിച്ചു നോക്കണം. ഇച്ചിരി ആൾക്ക് കൂടുതലാണ്. മഞ്ജു എങ്ങോടാ? ക്ലാസ്സിലേക്ക്. പോക്കോ പോയി പഠിക്ക്. എന്നെ കണ്ടിട്ടൊരു വികാരം പോലും ഇല്ല നമുക്ക്. കഴിക്കടാ. എങ്ങോടാ? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിലേക്ക്. ഇവളോ? ഞാനും ക്ലാസ്സിലേക്കാ. പോക്കോ. ഇവന്മാർക്കെന്താ വട്ടായോ? പോയി പഠിക്കട്ടെ. ഇനിയിപ്പോ ആരുമില്ലല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ആരായിരിക്കും? ആരും കേട്ടോ. ഇത് തന്നെ അതിനെനിക്ക് വേണ്ട, കുഞ്ഞൊന്നും നോക്കോ. കൊള്ളാം, നീ തുറന്ന് കാണിച്ചാ. ഡെഡിക്കേറ്റഡ്. கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாதென சின்ன சிரிப்பு ஒரு கள்ளச் சிரிப்பு என்னை தள்ளி விட்டு மூடி மறைத்தாய். ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ വരുന്ന സാറ്റർഡേ നമ്മളെല്ലാവരും ട്രിപ്പിന് പോവാണ്. സോറി, നമ്മളല്ല, നിങ്ങള്. അതെന്താ ടീച്ചർ വരാത്ത? എന്റെ എൻഗേജ്മെന്റ് ആണ് മൺഡേ. എല്ലാരും ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കണേ? അത് ഞങ്ങളാരും ടൂർ പോകണല്ലോ ടീച്ചറെ. അതെന്താടോ? അതിപ്പോ ടീച്ചർ ഇല്ലെങ്കിൽ ഞങ്ങളും ഇല്ല. അതെ, നിങ്ങളോട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ എൻഗേജ്മെന്റ് അത് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയൊന്നും അല്ല. ഞാനും രാഹുലും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ ഒരേ നാട്ടുകാരും. 5 വർഷത്തെ പ്രണയ. 2 വീട്ടുകാർക്കും ഒരേപോലെ എതിർപ്പായിരുന്നു. വേറെ വേറെ മതം, സോഷ്യൽ സ്റ്റാറ്റസ്, പണം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഭീഷണിയും മർദ്ദനവും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു. എനിക്കും രാഹുലിനും സപ്പോർട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ പ്രണയമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ രാഹുലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. അത് ടീച്ചർ പറഞ്ഞ തന്നെയാണ് ശരി. പക്ഷേ വന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു. കുഴപ്പമില്ല. ഞാനൊരു കോൾ ചെയ്തോട്ടെ? ഞാൻ വരാം. പക്ഷേ ഫൈനൽ എക്സാമിന് നിങ്ങളെല്ലാവരും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാനും. നീയോ? ഞങ്ങളും. ഓക്കെ, താങ്ക് യു. ഓക്കെ ടീച്ചർ. നീ പഠിക്കൂ. എന്താ പൊളിക്കല്ല, ഇനി ഒരാളും കൂടെ വന്നാ മതി. പിന്നെ പൊളിക്കല്ലേ? നീ ആര് വരാനാണ്? ഇനി ആരാണ്? ഇനി സോജേഷും കൂടെ വന്നാ പൊരിക്കും. നീ എന്താണ് സോജേഷൻ അഭിനയത്? അതെ, മാത്രല്ലോ. ആ ശരിയാ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അതെ, നീ അവന്റെ ഒപ്പം പോകും. നമുക്ക് പോവാം. നീ അവിടെ നിന്നോ. അല്ലടാ, ഇത് നോക്കണം. നമ്മുടെ ഫോണിന്റെ കാര്യം അറിയാണ്ടിരുന്നാ മതി.
നിങ്ങളിത് എങ്ങോട്ടാ? ടൂറിനാണോ അതോ ടൂർണമെന്റിനാണോ? കാണിച്ചടി ബാ. എന്ത് പാടിട്ടാ ടൂറായിട്ട് മൂടല്ലേ നീ കാര്യം പറ വല്ല നടന്നോ എടാ ഇതിലും നല്ലൊരു ക്ലൂ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാനാ? നിങ്ങൾ വലിയ ബുദ്ധിസ്റ്റുകളാണെന്നല്ലേ നിങ്ങളുടെ വിചാരം? ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. അവളൊന്ന് നമ്മളുടെ ഒപ്പം ഈ ടൂറിന് വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. നീ ഇനി കണ്ടുപിടിക്കണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട്. നീ പോടാ കുഞ്ഞു കുരങ്ങ. പൊടി പൊടി പൊടി. നീ പോടാ. അതെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? കണ്ടുപിടിക്കടാ. എങ്ങനെ? ഇവിടെ വഴിയുണ്ട്. പിന്നെ കൊറേ ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ ആദ്യം കയറില്ല, നീ ആദ്യം കയറിക്കോ. പരീക്ഷ എടുക്കാറായി. നിങ്ങളുടെ ക്ലാസ് മിസ്സാവരുത്. അതുകൊണ്ടാണ് നിങ്ങൾ എൻഗേജ്മെന്റിന് ക്ഷണിക്കാത്തത്. ഈ വരുന്ന ഫൈനൽ എക്സാമിൽ നിങ്ങളെല്ലാവരും പാസ്സായില്ലെങ്കിൽ നിങ്ങളെക്കാളേറെ പ്രശ്നം എനിക്കാ, അറിയാലോ? ശരിക്കും പഠിക്കാൻ ടീച്ചറെ, ഇമാരായി ഞാനായിട്ട് ടീച്ചർ ടീച്ചർ ഞങ്ങൾ 5 പേരും എന്താ പറയാ, ഞങ്ങളുടെ ബർത്ത്ഡേ ഓർക്കാറ് പോലുമില്ല. ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ടീച്ചർ തന്ന സർപ്രൈസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക്സ്. അതിനിപ്പോൾ എന്തിനാ താങ്ക്സ് പറയുന്നത്? നിങ്ങൾ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾ ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികളാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം നിങ്ങൾക്കുണ്ട്. ഞാൻ തിരിച്ചു വരട്ടെ. ഫൈനൽ എക്സാം നമുക്ക് തകർക്കണം. നിങ്ങളെല്ലാവരും അറിയും. ഈ ഗേൾസിനെ സംബന്ധിച്ചോളം ഇപ്രാവശ്യം പരീക്ഷയിൽ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. അതപ്പാ. അവന്മാര് വിളിച്ചായിരുന്നോ? കാര്യങ്ങൾ ചൊല്ലിയോ, കണ്ണോട് 100 കാര്യങ്ങൾ ചൊല്ലിയോ, ചെല്ലു കണ്ണാടി പോലെ നിൻ കണ്ണു മിന്നിയോ, പുഞ്ചിരിപ്പൂവ് തന്നു നീ മുന്നിൽ വന്നുവോ. There is an announcement, please. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ അറിയിക്കുന്നത്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ആനി ടീച്ചർ മരണപ്പെട്ടിരിക്കുന്നു.